IPL-ൽ രാജസ്ഥാൻ റോയൽസ് പുറത്ത്. രാജസ്ഥാനെ 100 റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ് 218 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 117 ഓൾ ഔട്ടായി. ഖിലാഫ് അഹമ്മദ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, ചെന്നൈക്ക് പിന്നാലെ രാജസ്ഥാനും പ്ലേ ഓഫ് കാണാതെ പുറത്ത്. എത്രത്തോളം ആധികാരികമായിരുന്നു മുംബൈയുടെ ജയം? തീർച്ചയായും അഖില, ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ചെന്നൈക്ക് പിന്നാലെ പ്ലേ ഓഫ് കാണാതെ 18ാം സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന രണ്ടാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ഈ ഒരു മത്സരത്തിലേക്ക് വരികയായിരുന്നെങ്കിൽ മുംബൈയുടെ വിജയം നിന്ന് ആധികാരികമായിരുന്നു. കാരണം ബാറ്റിങ്ങിലും അതേപോലെ ബോളിങ്ങിലും മികച്ച ഒരു പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ കാഴ്ചവെച്ചത്. ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരികയാണെങ്കിൽ വൻ തകർച്ചയാണ് ആദ്യം മുതലേ കണ്ടുകൊണ്ടിരുന്നത്. കാരണം മികച്ച ബോളിംഗ് രീതിയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് പന്തിണക്കത്തോടെ എറിഞ്ഞത്. കാരണം നമ്മൾക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ട്രെന്റ് ബോൾട്ടും കരൺ ശർമ്മ ഉൾപ്പെടെ 3 വിക്കറ്റുകൾ വീതം നേടി. കൂടാതെ ജസ്പ്രീത് ബുംറ 2 വിക്കറ്റുകൾ കൂടി നേടി. കഴിഞ്ഞ മത്സരത്തിലേക്ക് ഫോമിലേക്ക് ഉയർന്നു വന്ന ജസ്പ്രീത് ബുംറയുടെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. കൂടാതെ ദീപക് ചഹർ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ മികച്ച ബോളിംഗ് പന്തടക്കവും എല്ലാം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറിയുമായി തിളങ്ങിയ 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ രണ്ടാം പന്തിൽ തന്നെ പുറത്താക്കിക്കൊണ്ടായിരുന്നു ദീപക് ചഹർ ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മുംബൈ ഇന്ത്യൻസിന് മേൽക്കൈ നേടിയത്. രാജസ്ഥാൻ റോയൽസിനെയായി മുൻനിര തകർന്നടിഞ്ഞതോടെ പിന്നാലെ വന്ന താരങ്ങൾക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ഈ 218 റൺസ് പിന്തുടരുന്ന രാജസ്ഥാൻ റോയൽസിന് 117 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. നേരത്തെ ആദ്യം ബാറ്റിംഗ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ആകട്ടെ മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് റിയാൻ റിക്കൽട്ടനും രോഹിത് ശർമ്മയും കൂടി മുംബൈക്ക് നേടിക്കൊടുത്തത്. പിന്നീട് വന്ന രോഹിത് ശർമ്മയ്ക്കും റിയാൻ റിക്കൽട്ടനെയും ഔട്ടായതിനു ശേഷം വന്ന സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും കൂടി മികച്ച രീതിയിൽ കളിച്ചതോടെ മുംബൈ സ്കോർ 217ലേക്ക് എത്തുകയായിരുന്നു. അഖില, ശരി. IPL-ൽ രാജസ്ഥാൻ റോയൽസ് പുറത്ത്. രാജസ്ഥാനെ 100 റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഖിലാഫ് അഹമ്മദ്.